how you can have the custody of your child. What is the relevance of child custody? Who can be the legal guardian of a child? Who can have the permanent custody of the child? ഇതെല്ലാം വളരെ കൺഫ്യൂസിംഗ് ആയി പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളാണ്. ഒരു അച്ഛനാണ്, ഒരു അമ്മയാണ് എന്നത് യഥാർത്ഥത്തിൽ അവകാശങ്ങളാണെങ്കിൽ പോലും ഒരു കുഞ്ഞിന്റെ കസ്റ്റഡി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കോടതികൾ പരിഗണിക്കുന്നത് ഈ പറഞ്ഞ മാനുഷികമായ വൈകാരികമായ പരിഗണനകളേക്കാൾ കൂടുതലായി കുഞ്ഞിന്റെ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതാണ് അതിന്റെ ലീഗൽ ആയിട്ടുള്ള പോയിന്റ്. സോ കുഞ്ഞിന്റെ വെൽഫെയറിന് ആരുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത്? കുഞ്ഞിനെ ആര് നന്നായി നോക്കും? കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ച, കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് കുഞ്ഞിന്റെ വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും കുഞ്ഞിന്റെ ഒരു ചൈൽഡ് കസ്റ്റഡി ഉത്തരവ്, അതൊരു ഗാർഡിയൻഷിപ്പിന് വേണ്ടി ആയിക്കോട്ടെ, അതൊരു പെർമനന്റ് കസ്റ്റഡിക്ക് വേണ്ടി ആയിക്കോട്ടെ, ഇത് കോടതികൾ തീരുമാനിക്കുന്നത്. അവിടെ അച്ഛനാണ്, അമ്മയാണ് എന്നുള്ള പരിഗണനയേക്കാൾ കൂടുതലായി വളർന്നു വരുന്ന ഒരു പൗരനായി വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല രീതിയിൽ വളർന്നു വരിക, അവന്റെ ഭാവി ജീവിതം സുരക്ഷിതമാകുക, അതിനുവേണ്ടി അവൻ എത്ര നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നത് ആർക്കാണ്? അച്ഛനാണോ, അമ്മയ്ക്കാണോ? അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധു ആരാണ്? ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും അടുത്ത റിലേഷനുള്ള ആരാണ് എന്ന് നോക്കി അതിനനുസരിച്ച് ആയിരിക്കും ഒരു ചൈൽഡ് കസ്റ്റഡി ഉത്തരവ് കോടതികൾ പുറപ്പെടുവിക്കുന്നത്.